അങ്ങനെ ഗുരുവായൂർ അമ്പല നടയിൽ കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. ഗുരുവായൂർ അമ്പല നടയിൽ തന്നെ നിന്നുപോയുള്ള അവസ്ഥയാണ്. എന്നാ ഒരു ക്രിഞ്ച് പടമായപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുക. പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ച പടം. വിപിൻ ദാസ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. കാസ്റ്റ് എന്ന് പറയണമെങ്കിൽ കുറേ കാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, ബൈജു, സിജു സണ്ണി, നമ്മുടെ തമിഴിലെ യോഗി ബാബു, ഇവരെയൊക്കെ എന്തിനാ പടത്തിലെടുത്തേക്കുന്ന ഒരു പിടുത്തമില്ല. ഇപ്പോൾ 10 വർഷം മുമ്പ് ഈ പടം എടുത്തിരുന്നെങ്കിൽ ഈ പടം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പ്ലസ് ഒരു വെറൈറ്റി ഉണ്ട്. തമിഴ് ഇൻഡസ്ട്രിയിലും തെലുങ്കിലൊക്കെ ഇങ്ങനത്തെ കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഈ ടൈപ്പ് ഒരു പടം എടുത്ത് മലയാള ഇൻഡസ്ട്രിയിൽ എടുത്ത് വെച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ പടത്തിനകത്ത് ഇഷ്ടപ്പെട്ട എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, സീരിയസ്ലി. പഴയ കുറേ പാട്ടുകൾ എടുത്തിട്ട് പുതിയ രീതിയിൽ ട്രെൻഡ് ട്രൈ ചെയ്തേക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട്. നീരജ് രവി സിനിമാറ്റോഗ്രാഫി അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് ജോൺ കുട്ടിയാണ്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ ലൈക്ഡ് ഇറ്റ്. വിപിൻ ദാസിൻ്റെ ഫസ്റ്റ് പടം ജയ 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 ഹേ ആണ് നമ്മൾ കണ്ടതെല്ലാം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പടം. നല്ലൊരു സബ്ജക്റ്റാണ്, ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്തൊരു മണ്ണാങ്കട്ടയില്ല, ഒന്നുമില്ല. 2 അളിയന്മാർ തമ്മിലുള്ള എന്തൊക്കെയോ പ്രോബ്ലംസും, പിന്നെ ഈ അളിയൻ്റെ പെണ്ണിനെ സ്പോയിലറൊന്നും പറയുന്നില്ല, അത് വിട്ടുള്ള പോട്ടെ. അനശ്വര രാജനും നിഖിലയ്ക്കും ഈ പടത്തിനകത്ത് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഇമ്പോർട്ടൻസ് ഉള്ളത് പൃഥ്വിരാജിനും നമ്മുടെ ബേസിലാണ്. പിന്നെ ബേസിലിൻ്റെ പഴയ ആ സ്റ്റൈലുകൾ മാത്രമാണ്. ജയ ജയ ഹേയിൽ എങ്ങനെയായിരുന്നു, പിന്നെ ആളുടെ അതേ കോമഡി സ്റ്റൈൽ. ഇടയ്ക്ക് അജു വർഗീസിനെയും കുറച്ച് വെറുപ്പിയിട്ടുണ്ട് ആ പാട്ട്. എൻ്റെ പൊന്നോ, രാജുവിൻ്റെ ബ്രോഡാഡി നമ്മൾ കണ്ടിട്ടില്ലേ? ബ്രോഡാഡിയിൽ എങ്ങനെയാണ് രാജുവേട്ടൻ്റെ അതേ സ്റ്റൈലാണ് ഇതിനകത്തും എടുത്തേക്കുന്നത്. ഇപ്പോഴത്തുള്ള ജനറേഷൻസൊന്നും ഈ പടങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊക്കെ പോയി ഒന്ന് കാണണം, ഫാമിലിയായിട്ടൊക്കെ പോയി കാണാം. ഞാൻ കാണണ്ടെന്നൊന്നും പറയത്തില്ല. രാജുവേട്ടൻ അഭിനയിച്ച പണ്ടത്തെ നന്ദനവും ഈ പടത്തിലെ ഒരു സീനുമായിട്ട്, ഫൈനൽ ക്ലൈമാക്സ് സീനുമായിട്ട് ചെറിയൊരു ബന്ധം കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതല്ലാതെ ഈ പടത്തിനകത്തൊരു മണ്ണാങ്കട്ടയില്ല. ഇങ്ങനത്തെ പടങ്ങളൊന്നും തിയേറ്ററിൽ പോയി ധൃതി പിടിച്ച് കാണേണ്ട ഒരാവശ്യമില്ല. വെയിറ്റ് ചെയ്യുക. ഈ പടങ്ങളെല്ലാം ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലോ 100% വരും, എത്രയും പെട്ടെന്ന്. ബിക്കോസ് അത്രയ്ക്കും സൂപ്പർ പടമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പടത്തിന് നമ്മൾ 5-ൽ ഒരു 1.5 കൊടുക്കാം.